ഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾക്കിടയിൽ കടന്നു വന്ന് അവരെ കുഫർ ആരോപിക്കുന്ന രീതി അത് തുടങ്ങി വെച്ചത് ഖവാരിജിയാക്കളാണ്. നമ്മളല്ല പറയുന്നത്, അവർ തന്നെ പറയാം. അവരുടെ എത്രയോ പ്രസംഗങ്ങൾ ഇത് കാണാം, അവരുടെ എഴുത്തുകളിൽ കാണാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ആരാ ഖവാരിജിയാക്കൾ? ഈ ഉമ്മത്തിൽ ഭിന്നിപ്പുമായി കടന്നു വന്ന, ഈ ഉമ്മത്തിൽ അനൈക്യവുമായി കടന്നു വന്ന വിഭാഗമാണ്. ആദ്യത്തെ ഫിർഖത്തുണ്ടായി കടന്നു വന്ന ടീമാണ് ഖവാരിജിയാക്കൾ. ലോക മുസ്ലിമീങ്ങൾ ഒന്നടങ്കം മുബത്തദികളാണെന്ന് ആ വിഭാഗമാണ് ഖവാരിജിയാക്കൾ. ആ ഖവാരിജിയാക്കളെ കുറിച്ച് അദ്ദേഹം പറയുന്നത് കേൾക്കുക. ഖവാരിജികൾ എന്ന് പറയുന്ന കക്ഷി മുസ്ലിം ഉമ്മത്തിൽ ആദ്യമായി ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ, ഖലീഫമാർക്കെതിരെ, ഖിലാഫത്തിനെതിരെ വാളുയർത്തിയ, മുസ്ലിം പൊതുസമൂഹത്തെ കാഫിറുകളാണ് എന്ന് മുദ്രകുത്തിയ, ജനങ്ങൾക്കിടയിൽ രക്തച്ചൊരിച്ചിൽ വ്യാപകമാക്കിയ വിഭാഗമാണ്. അങ്ങനെ അവർ മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി. എന്തിനവരിൽ ചിലർ സ്വയം തന്നെ കൊന്നുകളഞ്ഞു. ഞാൻ ഖവാരിജികൾ ചെയ്ത പണി എന്താ? മുസ്ലിമീങ്ങളെ കാഫിറുകളാക്കി. ഇത് ആദ്യമായി തുടങ്ങി വെച്ച ഖവാരിജിയാക്കൾ. എന്തിനാണ് മുസ്ലിമീങ്ങളെ കാഫിറാക്കുന്നത്? മുസ്ലിമീങ്ങളെ കാഫിറാക്കിയിട്ട് അവരെ സമ്പത്തുകൾ കൊള്ളയടിക്കാനും അവരെ കൊന്നുകളയാനും വേണ്ടിയായിരുന്നു ഖവാരിജിയാക്കൾ മുസ്ലിമീങ്ങളെ കാഫിറാക്കിയത്. എന്നാൽ പിന്നീട് ആ പണി ഏറ്റെടുത്തതാരാ? ചൊയ്യൽ അബ്ദുൽ മൗലവി കിരണിന്റെ എത്ര മുമ്പുള്ള കഥയായി പറയുന്നത്. ആ പണി പിന്നീട് ഏറ്റെടുത്തതാരാ? വഹാബികളാണ്. നമ്മൾ ആരോപിക്കുകയില്ല. ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീർ സാവിയിൽ രേഖപ്പെടുത്തുകയാണ്, അഫമൻ സുയ്യിന ലഹു സുഅമലിഹി ഫറആഉ ഹസന എന്ന ആയത്തിന്റെ, സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി പറയാണ്, ഈ ആയത്ത് ഇറങ്ങിയത് അഭിപ്രായമുണ്ട് നസലത്ത് ഫിൽ ഖവാരിജി, ഖവാരിജിയാക്കളെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. എന്താ ഖവാരിജിയാക്കളുടെ പ്രത്യേകത? അദ്ദേഹം പറയും, യുഹദ്ദിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്ന, വിശുദ്ധമായ ഖുർആനെയും ഹദീസിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ് അവർ. എന്നിട്ടോ വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലഹും, മുസ്ലിമീങ്ങളെ കൊല്ലാം, അവരെ സമ്പത്ത് കൊള്ളയടിക്കാം എന്ന വാദക്കാരാണ് ഖവാരിജിയാക്കൾ. എന്നിട്ട് മഹാനുകൾ പറഞ്ഞു, നോക്കൂ നിങ്ങൾ, അതേപോലത്തെ ടീം ഇന്ന് നമ്മളെ നാട്ടിലുമുണ്ട്. യുഖാലു ലഹുമുൽ വഹാബിയ, അവരെ പേരെന്താണ്? വഹാബികൾ എന്നാണ്. സമസ്ത പറയല്ല, സമസ്ത പറയല്ല. നമ്മുടെ പള്ളികളിലും കോളേജുകളിലും ഓതപ്പെടുന്ന ഒരു കിതാബുണ്ട്, തഫ്സീറുൽ ജലാലൈനി. ആ ജലാലിയിലേക്ക് ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും ബൃഹത്തായ ഒരു വ്യാഖ്യാനം എഴുതിയ മഹാനാണ് ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ. ആ ഇമാമാണ് പറയുന്നത്, ഖവാരിജിയാക്കൾ അതേ പകർപ്പാണ് വഹാബികൾ. യുഖാലു ലഹുമുൽ വഹാബിയ. എന്നിട്ട് അദ്ദേഹം പറയാണ്, യഹ്സബൂന അന്നഹും അലാ ഷൈഇൻ, വഹാബികളെ വിചാരം ഒരെന്തോ സംഭവമാണെന്ന് അവർ വിചാരം. എന്നാൽ അറിയണേ, അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ, അവരാരാണ്? കള്ളന്മാരാണ്. നമ്മൾ പറയല്ല, ഇമാം അഹ്മദ് സാവി റളിയല്ലാഹു അൻഹു പറയാണ്. എന്നിട്ട് പറയും, നോക്കൂ നിങ്ങൾ, ഇവര് അവരുടെ അതേ സ്വഭാവക്കാരാണ്. ഖവാരിജിയാക്കൾ അതേ തനി പകർപ്പാണ്. വഹാബികൾ എന്ന് ഇമാം മുഹമ്മദ് സാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്. ശരിയല്ലേ? വഹാബികളുടെ നേതാവ് ഹിജറ 1115 നജിദിൽ ഭൂജാതനായ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഉസ്താദ് പോലും അദ്ദേഹത്തിനെതിരെ കത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. വളരെ ഗൗരവത്തോടെയാണ് പറയുന്നത്. തന്റെ ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറയാൻ, ഇബ്നു അബ്ദുൽ വഹാബ്, മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തോട് ചില നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആ നിർദ്ദേശം കൊടുക്കുമ്പോൾ പറയാണ്, വലാ സബീല ഇലാ തക്ഫീരി സവാദിൽ അഅളം, ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളെ കഫറാക്കാൻ ഒരു മാർഗവും നിന്റെ കയ്യിലില്ല, അതൊരു തെളിവുമില്ല. അപ്പണി നീ അവസാനിപ്പിക്കണമെന്ന് സ്വന്തം ഉസ്താദ് മുഹമ്മദ് അബ്ദുൽ വഹാബിന് നിർദ്ദേശം കൊടുക്കുകയാണ്. സ്വന്തം ഉസ്താദ് അവസാനം പുറത്താക്കേണ്ടി വന്നു ഈ മുഹമ്മദ് അബ്ദുൽ വഹാബിനെ. കാരണം അദ്ദേഹം ചെയ്ത പണി എന്താ? തക്ഫീറുൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ കാഫിറാക്കൽ. അപ്പൊ ആര് തുടങ്ങിയതല്ല, ആര് തുടങ്ങിയതല്ല? ചോയലി അബ്ദുള്ള മൗലവി തുടങ്ങിയതല്ല. ഇനി നോക്കൂ നിങ്ങൾ, ഇനി അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ, ഓരോ കാലഘട്ടം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, ഓരോ കാലഘട്ടം പരിശോധിച്ചു കഴിഞ്ഞാൽ 1971 ഇവരുടെ മാസികയാണ് എന്റെ കയ്യിലുള്ളത്. ഇതിൽ പറയും, നോക്കൂ നിങ്ങൾ, മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് ഒരു പ്രാവശ്യം തേടിയാൽ 4 വട്ടം കാഫറാകും. അപ്പൊ കുത്തുബിയെ നമ്മൾ എത്ര വിളിക്കല്?
1000 വട്ടം എത്ര വട്ടം കാഫറാവും? 4000 വട്ടം കാഫറാവും. ഒരു കുത്തുബിയത്ത് കഴിയുമ്പോഴേക്ക് 10 കുത്തുബിയത്തിൽ പങ്കെടുത്താൽ 40,000 കാഫറായി. ഇതെവിടെയാണ് പറയുന്നത്? ഇവരുടെ മാഗസിനിലല്ല പറയുന്നത്. ഇവരുടെ വലിയ നേതാവായിരുന്ന, ഇവരുടെ പ്രസ്ഥാനത്തിന് വലിയ നേതൃത്വം കൊടുത്തിരുന്ന, ഇവരുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന, പിന്നീട് വൈസ് പ്രസിഡന്റായി സ്ഥാനക്കയറ്റം ലഭിച്ച ജനാബ് കെ ഉമർ മൗലവി. അങ്ങനെ ഉണ്ടായത് എന്താണെന്ന് കാരണം നമുക്കറിയില്ല. അദ്ദേഹമാണ് പറയുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു വട്ടം തേടിക്കഴിഞ്ഞാൽ 1971 മാഗസീനാണ് എന്റെ കയ്യിലുള്ളത്. ഒരു വട്ടം തേടിക്കഴിഞ്ഞാൽ 4 വട്ടം കാഫർ. കഴിഞ്ഞില്ല, എടുത്തു വിട്ടു. 1977 ഘട്ടം ഘട്ടമായിട്ട് പോരാ. അല്ല, 2024 ചൊയ്ലിയുടെ ഒറ്റപ്പെട്ട അഭിപ്രായം അല്ല ഇത്. അടുത്ത വിട്ടു. എന്താണ് മുജാഹിദും സുന്നികളും നമ്മുടെ വ്യത്യാസം പറയാം. വായനക്കാർ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമ്മളൊക്കെ ഒരു അപേക്ഷ എന്താ? സുന്നി മുസ്ലിയാക്കളും മുജാഹിദും മൗലവിമാനും തമ്മിലുള്ള തർക്കം, ആ തർക്ക വിഷയം നിസ്സാരമല്ല. അങ്ങനെ ആരും നിസ്സാരമായി കാണണ്ട. ചില ആൾക്കാർക്ക് പറഞ്ഞു അതൊക്കെ ചെറിയ പ്രശ്നമാണ്, അതൊക്കെ നിസ്സാരാണ്, അതൊക്കെ വലുതാക്കണ്ടെന്ന് പറയില്ലേ. അതിന് മുജാഹിദിന്റെ പണ്ഡിതൻ പറയാ അങ്ങനെ നിസ്സാരമായി കാണണ്ട. എന്താ വ്യത്യാസം? അത് വളരെ ഗുരുതരമാകുന്നു. ഇസ്ലാമും കുഫറും തമ്മിലുള്ള തർക്കമാണ് സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം. അപ്പൊ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാം, സുന്നികൾ പറഞ്ഞാൽ കാഫർ. 1977 ഇവരുടെ മാസിക കഴിഞ്ഞില്ല. 1980 ഒന്നുകൂടി എഴുതി, മക്ബറയിലേക്ക് നേർച്ച നേറുന്നതിൽ പുണ്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ, അതിന് മഹത്വമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും അവിശ്വാസിയുമാകുന്നു. വിഡ്ഢിയും അവിശ്വാസി പറഞ്ഞാൽ കാഫറാകുന്നു. അവനെ കൊല്ലൽ നിർബന്ധമാണ്. പിന്നെന്താ അവർ കൊല്ലാത്തത്? എത്ര കടുപ്പുണ്ട്? ഇത് ചെറുതാണോ? ഇതൊരു ചുഴലിയാണോ? ചുഴലിയൊക്കെ കേവലം ഒരു ക്ലാസ്സിലെ ചുഴലിക്കാറ്റ് മാത്രമാണ്. അത്രേ ഉള്ളൂ. ഇത് വലിയ വലിയ തമ്പുരാന്മാർ എഴുതിച്ചതാ. അയാൾ സാധു മുമ്പ് എഴുതിച്ച് കൃത്യമായിട്ട് ഉദ്ധരിച്ചു, അത്രേ ഉള്ളൂ. എത്ര കടുപ്പം നോക്കും നിങ്ങൾ. മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസുല്ലാഹു സിറഹുൽ കുറിച്ച് ഇവരുടെ മുഖപത്രമായ അൽമനാറിൽ എഴുതി നോക്കും നിങ്ങൾ. 1980 യാതൊന്നും കാണുവത് നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുവത് നാരായണ ശുദ്ധിമ, യാതൊന്നും ചൊല്ലുവത് നാരായണ നമ നമ എന്ന് എഴുതിയിട്ട് ഇതിൽ പറയാണ് ശ്രീ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ് ഷെയ്ഖ് അവരുടെ തലയിൽ കയറി കൂടിയിരിക്കുന്നത്. മുഹിയുദ്ദീൻ ഷെയ്ഖിനെ തുല്യപ്പെടുന്ന ആരോടാണ്? ശ്രീ ശങ്കരാചാര്യരോടാണ്. ഇതൊക്കെ നിസ്സാരാണോ? മുഅ്മിനീങ്ങളെ, പടച്ചോനെ പേടിയുള്ളവരെ, അള്ളാഹിനെ കുറിച്ച് ചിന്തയുള്ളവരെ ആലോചിക്കുക. മുഹിയുദ്ദീൻ ഷെയ്ഖ് ആരാ? ഇവരെ ഒരു വേള എഴുതിച്ചിട്ടുണ്ട്. 1 നൂറ്റാണ്ടിന്റെ മുജദ്ദിദായിരുന്നു ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് ഇ.കെ. മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ കറാമത്ത് തവാത്തുറാണെന്ന് അൽ വിലായത്ത് വൽ കറാമയിൽ കെ മൗലവി എഴുതി വെച്ചിട്ടുണ്ട്. വലിയാണെന്നർത്ഥം. ആ മഹാനെ കുറിച്ചാണ് ഇவ்விதം 1980 അൽമനാറിൽ എഴുതി വെച്ചത്. കഴിഞ്ഞില്ല. ഇത് 1985. ഞാൻ വായിക്കാം. ഇതിൽ മഹാനായ ഇ.കെ. ഉസ്താദ്, മഹാനായ മർഹൂം ഷെയ്ഖുന ശംസുൽ ഉലമായി ഇ.കെ. ഉസ്താദിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയും. നോക്കൂ നിങ്ങൾ. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അത്തഅ്തുമൂഹും ഇന്നകും ലമുശ്രികൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ. വിശുദ്ധ ഖുർആനിൽ ആയത്തോതിട്ട് പേരെടുത്ത് പറയാണ്, നിങ്ങൾ മുശ്രിക്കുകളാണ്, കാഫിറുകളാണ്. പേരെടുത്ത് പറയണം. 3 പണ്ഡിതന്മാരെ പേരെടുത്ത് പറഞ്ഞു മുശ്രിക്കാണ്, കാഫിറാണ്. എത്ര ഗൗരവങ്ങൾ 1985. ഇനി കഴിഞ്ഞില്ല. അടുത്തത് 1989. കേട്ടോളൂ. ചുരുക്കത്തിൽ മുഹിയുദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് വിളിച്ച് തേടുന്നതിൽ കുഫറിന്റെ കാരണങ്ങൾ 4 എണ്ണമുണ്ട്. 1 പ്രാവശ്യം തേടിയാൽ 4 പ്രാവശ്യം കാഫിറാകും.
കുഫറുകളുടെയും ഷിർക്കുകളുടെയും കൂടാണിത്. ഇത്രത്തോളം അപകടം നിറഞ്ഞതാണ് ഇസ്തിഗാസ. 1989 കഴിഞ്ഞില്ല കേട്ടോ. അടുത്തത് ഇതാ ഈ കാണുന്നത് ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തുള്ള പുസ്തകമാണ്. ഉമർ മൗലവിയുടെ മദ്ഹക്ക് ഇതിൽ പറയുന്നുണ്ട്. ലാസ്റ്റ് ഉമർ മൗലവി മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മദ്ഹൊക്കെ പറയുന്നുണ്ട്. അതാ രസം. ഇപ്പൊ റബീലവല വരാൻ പോണ്ട്. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറഞ്ഞാല് ഹല്ലോ ഷിർക്ക്, കുഫർ, ബിദ്അത്ത്, പൈശാചികം, ഡിക്ഷണറിയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെയാണ്. ഉമർ മൗലവിയെ കുറിച്ച് പറഞ്ഞാലോ ഒരു കുഴപ്പമില്ല. ഉമർ മൗലവിയുടെ മദ്ഹ് ഇങ്ങനെ പാടി എന്തൊക്കെയാണ് പാടുന്നത്, അതിനൊന്നൊരു കുഴപ്പമില്ല. എത്ര പാടിയും കുഴപ്പമില്ല, എത്ര പറഞ്ഞാലും കുഴപ്പമില്ല. കണ്ടോ, അസ്ലംത ലിർറഹ്മാനി മിസ്ല ഖലീലിഹി ലിതകൂന ഫീനാ ഉമ്മത്തൽ അഹ്റാരി. അങ്ങ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയെ പോലെയാണ്. ആരാ മൗലൂദിലാ? ഉമർ മൗലവിയുടെ മൗലൂദാ. ഒരു കുഴപ്പമില്ല. ഇൻ കുന്ത ലാ തദിരിൽ ഹഖീഖത ഫശ്റബൻ മിൻ സൽസബീലിൻ ഫശ്ഫി മിൻ അൻഹാരി. നമ്മളോട് പറയാ, നിങ്ങൾക്ക് ഹഖീഖത്തും മഅരിഫത്തൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കാര്യം ഇതായി സൽസബീലുമായി കഴിച്ചാൽ മതി. ഏതാ സൽസബീല്? അതപ്പോൾ ഞാൻ നേരത്തെ വായിച്ച മുഹിദ്ദീൻ ഷെയ്ഖ് രക്ഷിക്കണത് 1 വട്ടം തേടിയാ 4 വട്ടം ഗഫറ. നല്ല സാധനല്ലേ? ഹഖീഖത്തും മഅരിഫത്തും കൃത്യമായി കിട്ടും. ഉമർ മൗലവി മരിച്ചപ്പോൾ ഇതാ കഴിഞ്ഞില്ല. അയാളെ കുറിച്ച് എന്തൊക്കെ പറയണ സുബ്ഹാനല്ലാഹ്. ഇത് ഞാൻ വിഷയം മാറിപ്പോകുന്നു പേടിച്ചിട്ടാ. ലാസ്റ്റ് ഇങ്ങനെ ഇസ്തിഗാസ ഉണ്ട്. യമന്നലൂദു ബിഹി മിനൽ അഹ്വാലി മുതലദ്ദിഅൻ അദ്നു മിനൽ ഖഹാരി. ഇങ്ങനെ തുടങ്ങി അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് ബൈത്തുകൾ. അത് പറഞ്ഞങ്ങനെ നീണ്ടുപോകും. അദ്ദേഹത്തിന് ഞാൻ മലയാളത്തിലുണ്ട്. ഈ മാലുണ്ടല്ലോ നമ്മുടെ മുഹീദ്ദീൻ മാലാരിക്ക്, മാല പോലെ തന്നെ നമ്മളെക്കുറിച്ച് നമ്മൾ പാടുമ്പോൾ തന്നെ മാലയുണ്ട്. അറബിയിലുണ്ട്, മലയാളത്തിലുണ്ട്, എല്ലാ ഇതിലുണ്ട്. അതിനൊന്നും കുഴപ്പമില്ല. സ്വർലോകം എങ്ങനെയാണ് എന്താ ഇതിൽ പറഞ്ഞല്ലോ, സ്വർലോകം കൊതിച്ചു പോകവേ എങ്ങനെ അങ്ങ് സമ്പാദിച്ചു ഭൂമിയെ. സ്വർഗം ആഗ്രഹിച്ചു പോകണം. അങ്ങെങ്ങനെയാണ് ഈ ഭൂമിയിലൊക്കെ ജീവിച്ചു പോയത്? സ്വർഗങ്ങൾ കയ്യിലായിരുന്നു. ആ ശൈലിനെങ്ങനെ സ്വർലോകം കൈക്കുള്ളിലാക്കി ജീവിക്കേവേ. സ്വർഗങ്ങളെ കയ്യിന്റെ ഉള്ളിലായിരുന്നു. മുഹീദ്ദീൻ മാല അത്രക്കൊന്നും പറഞ്ഞിട്ടില്ല. മുഹീദ്ദീൻ മാലയിൽ പറഞ്ഞിട്ട് എന്താ, മുഹീദ്ദീൻ ഷെയ്ഖ് എന്ത് പറഞ്ഞെന്താ, എന്റെ മുരീദന്മാരും നരകത്തിലില്ല. ഇത് ഉമർ മൗലവിയോ സ്വർഗം മൊത്തം ഒരു കയ്യിന്റെ ഉള്ളിലാന്ന് പറയണത്. ഇത് കൃത്യമായി എഴുതിച്ചല്ലേ. ഇതൊക്കെ വരെ മാലകൾ, മൗലൂദുകൾ ഇതൊക്കെ ഇതിലുണ്ട്. അതിലൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ പാടിക്കോളി, ഞങ്ങൾക്ക് ഇത് എതിർപ്പൊന്നുമില്ല. മുത്തുനബിയിലും പാടാനുള്ള അവസരങ്ങൾ കിട്ടിയില്ല. ഉമർ മൗലവിയിൽ ഇരിക്കട്ടെ. അല്ല, അങ്ങനെ ഓരോരുത്തർ ഭാഗ്യം കിട്ടണല്ലോ. മറ്റേലും കിട്ടിയില്ല, ഇരിക്കട്ടെ. അതിലേക്കുള്ള വിഷയം പോണില്ല. ആ ഉമർ മൗലവിയുടെ ഓർമ്മകളുടെ തീരത്തുനിന്നുള്ള പുസ്തകത്തിൽ നോക്ക് നിങ്ങൾ. EK ഹസൻ മുസ്ലിയാരെ കുറിച്ച് എഴുതുകയാ. ചിലവർ എന്താ അറിയോ, ഞങ്ങൾ വ്യക്തികളെ കാഫർ എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല, വിഷയത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. മഹാനായ ശൈഖുന EK ഹസൻ മുസ്ലിയാർ നബറല്ലാഹു മർഖദ. അല്ലാഹുവേ, അവിടുത്തെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ, റാഹത്തിലാക്കണേ അല്ലാ, സ്വർഗത്തിന്റെ തോപ്പാക്കണേ റബ്ബേ. ആ മഹാന്മാരോടുള്ള സ്വർഗത്തിൽ കടക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആ മഹാനവറുകൾ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാൻ, പരിശുദ്ധമായ ദീനിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച മഹാൻ, മഹാനായ മർഹൂം CKM സാദിഖ് ഉസ്താദ് പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ഹസൻ മുസ്ലിയാരെ കൂടെ ജീവിച്ച മഹാനാണ്. എൻ്റെ ഭാര്യ പിതാവ് കൂടിയായിരുന്ന ഷെയ്ഖുന മർഹൂം CKM സാദിഖ് ഉസ്താദ്. രാത്രിയൊക്കെ പ്രോഗ്രാമുകൾ കഴിഞ്ഞ് ഹസൻ മുസ്ലിയാർ വീട്ടിലെത്തിയാൽ, അല്ലെങ്കിൽ പള്ളിയിലെത്തിയാൽ, അല്ലെങ്കിൽ കോളേജിലെത്തിയാൽ രാത്രി ഉറക്കമില്ല, തഹജ്ജുദിൽ കഴിഞ്ഞുകൂടും. നേരം വെളുത്താൽ കിതാബ് ഓതി കൊടുക്കും. ഉച്ചയാകുമ്പോഴേക്ക് അടുത്ത പരിപാടിയിലേക്ക് പോകും. ഇന്നത്തെ പോലെ സംവിധാനമൊന്നുമില്ല. KSRTCക്കോ ട്രെയിനോ കയറിപ്പോകും. രാവും പകലും അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ഹയാത്താക്കി മഹാനായിരുന്നു മർഹൂം EK ഹസൻ മുസ്ലിയാർ നബ്ബറല്ലാഹു മർഖദ. ഒരു വഹാബിക്കും ഹസൻ മുസ്ലിയാർ ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോ ഹസൻ മുസ്ലിയാരെ നേരിടാൻ കേരളത്തിൽ ഒരു വഹാബിക്കും സാധിച്ചിരുന്നില്ല. എന്നാൽ ഹസൻ മുസ്ലിയാർ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഇയാൾ പറയാൻ, ഞാൻ ബോംബെയിലായിരുന്നു. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഹസൻ മുസ്ലിയാര് വല്ലാത്ത അവസ്ഥയിലാണ്, തിരിച്ചു വരില്ല. അപ്പൊ ഞാൻ കത്ത് കൊടുത്തയച്ചു. എന്താ കത്തറിയങ്ങള്? EK ഹസൻ മുസ്ലിയാർ അസ്ലിം തസ്ലം. ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം. ഹസൻ മുസ്ലിയാരെ നിങ്ങൾ മുസ്ലിം ആകണം.
എന്നാ തസ്ലിങ്ങൾക്ക് രക്ഷപ്പെടാം. അതിന്റെ അർത്ഥം എന്താ? അസംമൂല്യരെ നിങ്ങൾ മുസ്ലിം ആകണം, എന്നാ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങളിപ്പോ മുസ്ലിം അല്ല, ഇല്ല, അങ്ങ് മുസ്ലിം ആകുന്നില്ല എങ്കിൽ അങ്ങയോട് പിൻപറ്റിയ ലക്ഷോപലക്ഷം മുസ്ലിമീങ്ങള് കാഫറായതിന്റെ കുറ്റം പോലും അങ്ങേറ്റെടുക്കേണ്ടി വരുമെന്ന രീതിയിൽ അസംമൂല്യർക്ക് കത്തെഴുതി. അതിനെക്കുറിച്ച് ഇദ്ദേഹം പറയാണ്, അത് അന്ന് അക്കാലത്ത് വലിയ ചർച്ചയായി. ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നത് മുസ്ലിം അല്ല. ഏത് സമയത്ത് ഇവർക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വരുമ്പോഴുള്ള കാര്യമായിട്ട് പറയാം. ഇപ്പൊ വയനാട് ദുരന്തം ഉണ്ടായപ്പോ ഇവരെന്താ പ്രസംഗിച്ചത്? കോവിഡ് ഉണ്ടായപ്പോ ഒരു മൗലവി പ്രസംഗിച്ചെന്തറിയോ? ഈ കോവിഡ് ഉണ്ടാകുന്ന നേരം ഈ മുസ്ലിയാക്കന്മാരൊക്കെ സമയം പിന്നെ കേൾപ്പിക്കാം, മുസ്ലിയാക്കന്മാരൊക്കെ അല്ല ശരിയാക്കി എത്ര എന്നായിരുന്നു പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അസം മുസ്ലിം വഫാത്തിന്റെ വേളയിൽ കിടക്കുക. അപ്പൊ വലിയ വിവാദമായപ്പോ അതിനെക്കുറിച്ച് ചില പറഞ്ഞ വാക്ക് നോക്കും നിങ്ങൾ. ഞാൻ എന്തേ അങ്ങനെ പറയാൻ കാരണം, അസം മുസ്ലിയാരുടെ മതപ്രഭാഷണവും വിശ്വാസ വ്യതിചാലനവും അനാചാര കർമ്മ പ്രേരണയും ശരിക്കും ശ്രദ്ധിച്ചതിൽ നിന്നും എനിക്ക് ബോധ്യമായത് അദ്ദേഹം കാഫറാണ് എന്നായിരുന്നു. പച്ചക്കൊരു വ്യക്തിയെ കാഫറാക്ക. ആരാണത്? ഹക്കീക്കത്തും കിട്ടിയില്ലേ? മൂപ്പരെ പഠിച്ചോളം പറഞ്ഞില്ലേ? ആ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് ജനാബ് കെ ഉമർ മൗലവി ഒരു വ്യക്തിയെ അക്കാലഘട്ടത്തിലെ സമസ്തയുടെ സമുന്നതനായ നേതാവായിരുന്ന ഈ കെ അസം മുസ്ലിയാരെ കുറിച്ച് പറയുന്നു, പച്ചക്ക് പറയുന്നു, കാഫറാണ് ഞാൻ വിശ്വസിക്കുന്നവർ. സൽസബിയിൽ ഒന്നുകൂടി എഴുതി വെച്ചു. എന്താ ചോദിച്ചറിയോ? അസം മുസ്ലിയാർ കാഫറാണ്, സംശയിക്കുന്നവരും കാഫറാണ്. ഇവരൊന്നും ആലോചിക്കാലല്ലോ. എന്നിട്ട് ഇപ്പൊ പറയാ, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് ചുഴലിക്ക് പറ്റിയതാണ്. ചുഴലിയല്ല, അതിൽ വലിയ കൊടുങ്കാറ്റങ്ങള്, അത് ചെറുതാണ്. കഴിഞ്ഞോ? എന്നിട്ട് അദ്ദേഹം തെളിവറ നോക്കൂ നിങ്ങൾ. അസം മുസ്ലിയാരെ കാഫറാക്കി തെളിവറിട്ട് പറയണേ, മുസ്ലിയാരെ ഒന്നുകൂടി കേട്ടോളൂ, മുഹിദ്ദീൻ ഷെയ്ഖെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാകുന്നു. ഇപ്പോ ലളിതങ്ങന്മാരൊക്കെ പറയില്ലേ, നമ്മൾ മക്കാമിലൊക്കെ പോയിട്ട് നമ്മളെ പരിപാടി തുടങ്ങുന്ന ഇവിടെ സിയാറത്തെല്ലാരും ചെയ്യുന്ന പറഞ്ഞാൽ ആ തങ്ങന്മാരൊക്കെ കാഫറായി. അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആനായത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫറാകുന്നു. ഇയാൾക്ക് പൂതി തീരാൻ എന്താ ഒരു മനുഷ്യന് കാഫറാണിന് പരിധില്ലേ? എം ടി അബൂഖുർദാരി അമീദ് വൈസിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1000 വട്ടം നല്ലത് എത്ര വട്ടം കാഫറായിട്ടുണ്ടാവണം? അല്ലാഹു എത്ര തെളിവ് അവരെ ഉദ്ധരിക്കാറുള്ളത്? നിങ്ങൾ നോക്കി, നിങ്ങൾ കേട്ടോളൂ. ഇങ്ങനെ പറയണോ? അങ്ങനെയുള്ളവരോട് അസ്ലിം തസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവരും കാഫറാകുന്നു. അസംസ്ലിം കാഫറാണ്. അസംസ്ലിം 1 വട്ടം അല്ല, പിന്നെ 3 കാഫറാണ്, 1000 വട്ടം കാഫറാണ്. അവരോട് അസ്ലിം തസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരും അവരെന്നെ കാഫറാകുന്നു. എന്നിട്ട് ഇവരിപ്പോ പറയാ, ഞങ്ങൾ ആരെയും കാഫറാക്കിയിട്ടില്ല, ഞങ്ങൾ അങ്ങനെയൊന്നും പറയാറില്ല. എല്ലാ മുജാഹിദീൻ പ്രസംഗത്തിൽ പതാ. ഇന്നലെ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതാവ് പ്രസംഗിച്ചു, എല്ലാവർക്കും ഇയാൾ ബാധകമാണ്, കാരണം ഇത് കബലൽ ഫിറാഖാണ്. മുജാഹിദുകൾ പരസ്പരം ഭിന്നമാകുന്നതിന് മുമ്പുള്ളതാണ്. ഇത് 1993 സൽസബിയിലാണ്. എത്ര എന്നുള്ളത് ഇതിൻ്റെ ഒരുപാടുണ്ട്, ഇങ്ങനെ വായിക്കുകയാണെങ്കിൽ തീരില്ല. എന്നിട്ട് പറയാൻ ഇത് ചുഴലിയുടെ ഒരു ഒറ്റപ്പെട്ട അഭിപ്രായമാണ്. അല്ലല്ലോ, ഇത്ര കാഫറാക്കുന്നില്ല, ഇത്ര വേദന നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളെ കാഫറാക്കുമ്പോൾ വേദന അവർക്കറിയില്ല, ഓരോന്ന് കാഫറാക്കി വേണം. ബാലുശ്ശേരിനെ മുജാഹിദിൽ മറുപടി ഭാഗം പറഞ്ഞു കാഫറാണ്. അപ്പൊ അയാളെ കരച്ചിലിട്ടോളി. അയാൾ പറയാ, ഈ തൗഹീദ് പറഞ്ഞു നടക്കണം, എന്നെ കാഫറാക്കി, എന്താണ് ഈ കേൾക്കുന്നത്? അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഓർമ്മ ഉണ്ടായിരുന്നില്ല. കേട്ടോളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇരിക്കുന്നവരെ, ഞാൻ കഴിഞ്ഞ ദിവസം വേദനിച്ചു പോയി. എന്താ വേദന? എന്റെ മുഖത്ത് നോക്കി ഒരു കേന്നമുകാരൻ, എടാ മുശ്രിക്കേ, കാഫിറേ, കേരളത്തിലെ സമസ്തയെ പോലെ നീ ശിർക്ക് പ്രചരിപ്പിക്കുകയാണ് കാഫിറേ എന്ന് കേന്നമുകാര് കെട്ടയിച്ചു വിട്ടവർ വിളിക്കുന്നു. നിങ്ങൾ റബ്ബിനെ പേടിച്ചോളി. ഓ, എന്താ പ്രശ്നം? കേന്നമുകാർ മൂപ്പരെ കാഫറാന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ പടച്ചോനെ പേടിച്ചോളി. അസംമൂല്യർ കാഫറാക്കി ഒരു കുഴപ്പമില്ല. കേരളത്തിലെ സമസ്തക്കാരെ മൊത്തം കാഫറാനും കുഴപ്പമില്ല. പിന്നെ മൂപ്പരെ കാഫറാക്കി നിങ്ങൾ എന്തായിക്കോളി, പടച്ചോനെ പേടിച്ചോളി. നിങ്ങൾ റബ്ബിനെ സൂക്ഷിച്ചോളി. ഏതൊരു നാഥന് വേണ്ടി തെരുവിലടി കൊണ്ടുപോ,
ഏതൊരു നാഥന്റെ വചനം ക്ഷേത്രത്തിന്റെ അങ്കണത്തിൽ പ്രഖ്യാപിച്ചുവോ, ഏതൊരു നാഥന് വേണ്ടി തൗഹീദ് പറഞ്ഞുവോ, അവരെ മുശ്രിക്ക് എന്ന് വിളിക്കാൻ നാണമില്ലാത്ത ഈ റമദാനിന്റെ പരിശുദ്ധത കാത്തു കേനമരോടെ പറയണത്, ഞാനൊക്കെ എത്ര തൗഹീദാ പറഞ്ഞ എന്നൊക്കെ കാഫറാക്ക് നാണല്ലേ. റബ്ബ് തിരിച്ചു കൊടുത്തതാണേ, തിരിച്ചു കൊടുത്താണ്. കാരണം ഇയാള് വാഹനം എന്താ അറിയോ, എന്നാ ഇയാള് ഒതുങ്ങിയിരിക്കണ്ടേ. ഇയാള് പറഞ്ഞ മർക്കസ് ദേവക്കാർ മൊത്തം കാഫറ നല്ല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്വർഗത്തേക്ക് പാരാണ്ടാക, നമ്മളൊക്കെ എന്തായി 1000 വട്ടം 30,000 വട്ടം കാഫറായി പോയി. പിന്നെ കുറച്ച് സ്വർഗത്തേക്ക് പോകാൻ ഉണ്ടായിരുന്ന ഇപ്പൊ ആരായിരുന്നു? ഈ മുജാഹിദീങ്ങളായിരുന്നു. അതിലിപ്പോ കേനമര് പറഞ്ഞ ഇവരാലും കാഫറാണെന്ന്, അവരെ കുറിച്ച് ഇവരാണോ ഓരും കാഫറാണ്. ഞാൻ മർക്കസ് ദേവയെ കുറിച്ച് പറയണോ, മറ്റൊരു ടീമുള്ളതാണ് മർക്കസ് ദേവ. ആ ടീമിനെ കുറിച്ച് ഇയാൾ അഹായത്തോതി കൊണ്ട് പറയുന്നുണ്ട്, അള്ള പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാഫറാണ്, ആ മുശ്രിക്കാണെന്ന് അള്ള പറഞ്ഞു. അതിനും പറഞ്ഞ് വേറെ തെളിവൊന്നും വേണ്ടല്ലോ, കേട്ടോളൂ. അവർ പറയുന്നു, ആര്? ഞങ്ങൾ അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും അനുസരിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. പിന്നെ അതിനുശേഷം അവരിൽ ഒരു വിഭാഗം, അതാ ഉദാഹരണം മർക്കസ് ദേവ കണ്ടോ, ആയത്തോതിട്ട് പറഞ്ഞോ, ഉദാഹരണം മർക്കസ് ദേവ. ഇനി അവരെ കുറിച്ച് അള്ള എന്താ പറയണത് കേട്ടോളൂ. നിങ്ങൾ, ഞാൻ ഇത് വെറുതെ പറയല്ല, അവരിൽ ഒരു വിഭാഗം അതാ തിരിഞ്ഞു കളയുന്നു, അവർ മുഅ്മിനുകളല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരെ കുറിച്ചിട്ട്? മർക്കസ് ദേവനെ കുറിച്ച് ആയത്തറിയിക്കണേ. അമാ ഉലായിക ബിൽ മുഅ്മിനീൻ. എത്ര എളുപ്പമുണ്ട് പരിപാടി നിങ്ങള്. നേരെ കൊണ്ടുപോയി വല്ല കുട്ടികൾ നഴ്സറി ചേർത്തും പോലെ കൊണ്ട് ചേർത്താണ്, ഒരു മുഅ്മിനീങ്ങളല്ല നരകത്തിലാണ്. എത്ര എളുപ്പമുണ്ട് പരിപാടി. എന്നിട്ട് മൂപ്പരാക്ക് അറിഞ്ഞത് എന്ത് പറഞ്ഞിട്ട് ഇന്നെ കാഫിറാക്കി. മർക്കസ് ദേവ പറഞ്ഞ ചെറിയ വിഷയമൊന്നുമല്ല. CP ഉമർ സുല്ലമിയെ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു കാലത്ത് ഇയാളൊക്കെ ജനിക്കുന്നതിന് മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന് വേണ്ടി രാവും പകലും കഷ്ടപ്പെട്ട CP ഉമർ സുല്ലമി നേതൃത്വം നൽകുന്ന വിഭാഗമാണ് മർക്കസ് ദേവ. ആ വിഭാഗത്തെ കുറിച്ച് അള്ള പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് മുഅ്മിനീങ്ങളല്ല കാഫിരീങ്ങളാണ്. നിങ്ങൾ ആലോചിച്ചു ഇത്ര കടുപ്പുണ്ട വാക്കുകളാണ്. ഇനി ജോയിൽ വന്നേക്കും കിടക്കാം. ജോയിൽ എന്തൊക്കെയാ പറഞ്ഞത്? എത്ര കടുപ്പത്തിലെ പ്രയോഗങ്ങളാണ് ജോയിൽ അബ്ദുള്ള പോലും നടത്തിയത്. മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്നു, അവർ കാഫിറുകളാണ്, അവർ മുശ്രിക്കുകളാണ്. ആളെ കെട്ട കണ്ട വലിയ സംഭവം തോന്നും, ഇതിൽ തൊപ്പിയാണ്. ചിലപ്പോൾ വലിയ കെട്ട കെട്ടിയുടെ കാര്യമുള്ളത്. കെട്ടുന്ന ഇവർക്ക് വിധേയത്ത് ആണേനും. ഇതൊക്കെ ഒരു വൈരുദ്ധ്യമാണ്, ആകെപ്പാടൊരു വൈരുദ്ധ്യമാണ്. ആ പറയട്ടെ, വല്ലാഹി ഇവർ മുസ്ലിം അല്ല. ആരെ? സുന്നികളെ കുറിച്ച് പറയാം, വല്ലാഹി ഇവരല്ല മുസ്ലിമീങ്ങളല്ല. അവർ നിസ്കരിക്കും, ഇതാ സല്ല വസാമ വസക്ക. നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല. എന്ത് മഹല്ല് പള്ളിയിൽ കയറിയിട്ട് ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല? ഞാൻ അങ്ങനെ പലപ്പോഴും ആലോചിച്ചു, ഇവരെ കെട്ട് നല്ലെങ്കിലും അങ്ങനെ തന്നെ വേണ്ടത്. കാരണം എന്താ, മുജാഹിദ് ഒന്ന് തുറന്ന് നിസ്കരിക്കണ ആരാണ്? പള്ളിയത്തെ ഇമാമത് ആരഞ്ഞ് പറയുന്നുണ്ട്, സാമ്യാണരുണ്ട്. ഇവർ കെട്ടണ എങ്ങനെ? അല്ലാഹു അക്ബർ, നിസ്കാരം ശരിയിലോട്ട് അപകടം പിടിച്ച നിസ്കാരമാണെന്നാ. കാരണം സാമിയല്ല തുറന്ന് നിസ്കരിക്കണേ. നിങ്ങളെ ഈ കെട്ട് എവിടെ കാണല്? ഈ കെട്ട് സാധാരണ എവിടെ കാണല്? ട്രാൻസ്ഫോറിന് മുന്നിൽ കെട്ടാണ്, പിന്നെ ഗ്യാസ് കൊണ്ടൊരു ബേക്കിലേക്ക് കെട്ടാണ്. എന്തിനായി കെട്ട്? ട്രാൻസ്ഫോറിന് മുന്നിൽ എന്തിനായി കെട്ട്? അവിടെ പോയി തൊടാൻ പാടില്ല, ഈ ടീമിനെ തുടരാനും പാടില്ല. രണ്ടും കറക്റ്റാ. ശരിക്കും അപകടമല്ലേ ഈ സാധനം? നോക്കുന്നത് മഹല്ല് പള്ളിയിലെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റൂല. ഏറ്റവും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കല്. ഈ അർത്ഥതോ ഞങ്ങള് ബീഫും ചിക്കനൊക്കെ വേറെ നാട്ടിൽ പോകേണ്ടി വരും. ഈ അറക്കണതാരാ? ഒട്ടുമിക്ക മഹലിലും മോരിനറക്കണം, പോത്തിനറക്കണതാരാ? മൊല്ലാക്ക രാത്രി എന്താ പണി? യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. സുബഹി കഴിഞ്ഞാലോ പോയിട്ട് അറക്കണം. ഇവര് എന്താ കഴിക്കാൻ? അല്ല, ഇവര് വരാതിരി നമുക്ക് സന്തോഷമുള്ളൂ. അങ്ങനെ ആണെങ്കിൽ ഈ ലൈനാണ് ഇവർ സ്വീകരിക്കുന്നത്. പിന്നെ എന്തിനാ ഇവർ വരുന്നത്? എത്ര വലിയ പ്രയോഗം ഉപയോഗിച്ച് നോക്കുന്നത്, എത്ര വിഷമുണ്ടതില്. നമ്മളൊക്കെ ഷിയാക്കളാണ്, ഷിയാക്കളൊക്കെ ജൂതന്മാരാണ്, കാഫറുകളാണ് എന്നാണ് ഇയാൾ മൊത്തം വാദം. എന്നിട്ട് കേട്ടോളൂ, ഇയാൾ നിർത്തുന്നില്ല. ഇയാൾ പറയുന്ന നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ മുദരിസമാരും കാളിമാരും ഒക്കെ ജൂതൻ ആൾക്കാരാണ്. ഇനി പള്ളിക്കത്തെ ഇമാമിനെ കുറിച്ച് മാത്രം പറഞ്ഞിട്ട് ആരും ധൈര്യപ്പെടുന്നും വേണ്ട, സമാധാനിക്കും വേണ്ട, എല്ലാവർക്കും ഉണ്ട്. പള്ളർച്ച നോക്കണം. ഞാനും നമ്മളെ ഒഴിവാക്കിയാൽ വിഷമിക്കണ്ട.
ഇപ്പൊ അങ്ങനെ ഉണ്ടാവുമല്ലോ, എന്ത് പറ്റൂല നമ്മളെ പറയാറുണ്ടെന്ന് ആ സംഘം ആർക്കും വേണ്ട, എല്ലാവർക്കും ഉണ്ട് കേട്ടോ. ഇവിടെയാണ് ഇവിടുത്തെ ഷീഇ മൊല്ലന്മാര്, ജൂതന്റെ ആൾക്കാരായ ഇവിടുത്തെ കാളിമാര്, ഖത്തീമാര്, മുദരിസുമാര്, മൗലാനമാര്, ഷെയ്ഖുരമാര്, കാസിമിയാക്കള്, ബാക്കവിയാക്കള്, അസരിയാക്കള്, ഞാരേലും വിട്ടുകൊണ്ടോ നോക്കണിട്ടില്ലേ, അടുത്ത പ്രശ്നത്തിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഫൈസിയാക്കള്, അങ്ങനെ പിന്നെ സക്കാഫിയാക്കള്, അങ്ങനെ ഇത് അബൂ താലിബിന്റെ അനുയായികൾ, അബൂ താലിബിൽ നിന്ന് അബൂജഹിലൂടെ പാരമ്പര്യം കിട്ടിയവർ. ആരൊക്കെ? ഇവിടുത്തെ കാളിമാര്, ഇവിടുത്തെ മുദരിസുമാര്, ഇവിടുത്തെ ഇമാമുമാര്, ഇവിടുത്തെ മുക്രിമാര്, ഫൈസിമാര്, ദാരിമാര്. അയാൾക്ക് അറിയുന്ന ബിരുദക്കാൾ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പറഞ്ഞപ്പോ എന്റെ അക്ഷരത്തേക്ക് കുട്ടിയിൽ സങ്കടമൊക്കെ ഉണ്ട്, പ്രതിഷേധം അറിയിക്കുകയാണ്. അത് പറയാത്തോണ്ടായിരിക്കും, ഞങ്ങൾ ചെറിയ ബിരുദക്കാരല്ലേ, അതുകൊണ്ടായിരിക്കാം. ഏതായാലും ഒട്ടുമിക്ക അദ്ദേഹത്തിന് അറിയുന്ന എല്ലാവരും ഉപരി വിളിച്ചിട്ട് പറഞ്ഞു, ഇതൊക്കെ ആരാണ്? ഇതൊക്കെ അബൂജഹലിന്റെയും അബൂ താലിബിന്റെ പിൻഗാമികളാണ്. ആലോചിക്കും, എന്താണ് ഈ പറയണതൊക്കെ? എത്ര വേദനയുണ്ട് നമുക്കതൊക്കെ പറയുമ്പോൾ. എന്റെ ഈമാനുള്ള മുസ്ലിമീങ്ങളോട് ചോദിക്കട്ടെ, ഈ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചോദിക്കട്ടെ, കുഴപ്പമില്ല വിചാരിക്കുന്ന കുറച്ച് ആൾക്കാർ കണ്ടല്ലോ, വിചാരിത് കുഴപ്പമില്ല അങ്ങനെ പറയുന്നുണ്ടല്ലോ, ഓലൊക്കെ ഒന്ന് ആലോചിക്കും, എന്താണ് ഈ പറഞ്ഞത്? ആരാ കാളിമാരും ബാരക്കപ്പെട്ടു? ഇവിടെ എത്ര വലിയ കാളിമാരോട് ജീവിച്ചു പോയില്ലേ? കോഴിക്കോട് കാളിയെ പോലെയുള്ള, കാളി മുഹമ്മദിനെ പോലെയുള്ള, അവിടെ നിങ്ങോട്ട് പോന്നാൽ നമ്മൾ ഇന്നലകളിൽ നേതൃത്വം കൊടുത്ത കാളിമാർ, ഇന്ന് നേതൃത്വം കൊടുക്കുന്ന കാളിമാർ, അവരൊക്കെ ഇയാളെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ അബൂ ജഹലിന്റെ, അബൂ ലഹബിന്റെ, അബൂ താലിബിന്റെ പിൻഗാമികളാണ്, ജൂതന്മാരാണ്, കാഫറുകളാണ്. ഈമാനുള്ളവർക്ക് പിന്നെ എങ്ങനെ ഇവരോട്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കട്ടെ. എത്ര ഗൗരവമാണ് എന്നിട്ട് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇവർ പറയാണ്, ഇവിടുത്തെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഏറ്റവും വലിയ ശത്രുക്കളാണ്. RSS അത്ര വലിയ ശത്രുവല്ലത്രേ, BJP അത്ര വലിയ ശത്രുവല്ലത്രേ. ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇവിടുത്തെ സമസ്തക്കാരാണ്. പറയട്ടെ, ആലോചിച്ചിട്ടുണ്ടോ? ഈ ജനതയെ പറ്റി ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഖുർആൻ എവിടെ കിടക്കുന്നു, ഈ ജനത എവിടെ കിടക്കും? ലോകത്ത് ഖുർആനിന് ഏറ്റവും വലിയ ശത്രു സമസ്തയാണ്. കണ്ടോ? ഖുർആന് ഏറ്റവും വലിയ ശത്രു ആരാണ്? സമസ്തയാണ്. നമ്മൾ ഖുർആന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. RSS അല്ല, BJP അല്ല. അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. RSS BJP യുക്തിവാദി നിരീശ്വരവാദി ഒന്നല്ല. ഖുർആനിന്റെ ഏറ്റവും വലിയ ശത്രു കേരളത്തിന്റെ സമസ്ത. കേരളത്തിലെ സമസ്തയാണ് ഖുർആന്റെ ഏറ്റവും വലിയ ശത്രു. ആദർശ ക്യാമ്പ് ഇന്നിൽ മതിയാക്കണോ? ഇത് തുടരണ്ടേ? ഇത് പറയണ്ടേ? നമ്മുടെ ബാധ്യതയല്ലേ? എന്താണ് ഇതൊക്കെ പറയണത്? ഇതൊക്കെ പച്ചക്ക് ഏതിൽ ഓഡിറ്റോറിയത്തിൽ പ്രസംഗിച്ചതല്ല, വലിയ മൈക്ക് കിട്ടിയിട്ട് 100 കണക്കിന് ആളുകളെ വിളിച്ചുകൂട്ടി പ്രസംഗിച്ചതാണ് കേരളത്തിലെ സമസ്തക്കാർ. RSSനേക്കാൾ ഗൗരവമാണ്, BJPയേക്കാൾ ഗൗരവമാണ്. ഇത്ര ഗൗരവങ്ങൾ അലിച്ചിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇവിടുത്തെ സുന്നികൾക്ക് ഖുർആൻ തൊടാൻ പോലും അധികാരമില്ല. തൊടണമെങ്കിൽ ആദ്യം ഇസ്ലാമിലേക്ക് വരണം. ഇസ്ലാമിലേക്ക് വന്നിട്ട് ഖുർആൻ തൊട്ടാൽ മതി. ഇപ്പൊ നമ്മളിപ്പോ എവിടെ ഉള്ളപ്പോ ഇസ്ലാമിന് പുറത്താണ്. പിന്നെ എല്ലാവരും പോരത്, എല്ലാവർക്കും നമ്മൾ ഭക്ഷണം റെഡിയാക്കിയിട്ടുണ്ട്. ആരും പോകാൻ പാടില്ല, അത് വന്ന് പറയണത്. നമ്മൾ തയ്യാറാക്കിയ ഭക്ഷണങ്ങളൊക്കെ വാങ്ങാൻ പോയാൽ വേസ്റ്റ് ആവില്ലേ? നമ്മൾ ഈ 2 മണി നീളുകൊണ്ടാണ് ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചത്. അല്ല, നമ്മളെ പരിപാടിക്ക് വരാൻ ഭക്ഷണം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം പ്രചരണം നടത്തിയപ്പോൾ എത്ര ആൾക്കാർ ഒരുമിച്ച് ഓടിക്കണത്. അതിൽ നമുക്ക് ചുഴലിയോട് വലിയ കൃതജ്ഞത രേഖപ്പെടുത്താണ്. അല്ല, നമ്മൾ രേഖപ്പെടുത്തേണ്ടതോ അങ്ങനത്തെ കുറച്ചൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണ് അല്ലേ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ദർസിലെ വിദ്യാർത്ഥികളൊക്കെ ഒന്ന് പുറത്തേക്ക് നിൽക്കാനും സഹകരിച്ചു കൊടുക്കാം. ഭക്ഷണമൊക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് അവരൊന്ന് പുറത്ത് നടക്കുന്നത്. എത്ര ഗൗരവം നോക്കുന്നത്! ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഇവിടുത്തെ സുന്നികൾ മുസാഫ് തൊടാൻ പാടില്ല, ഖുർആൻ തൊടാൻ പാടില്ല. കേൾക്കുന്നു? നിങ്ങൾ നിങ്ങളത് വെട്ടി ഒഴിവാക്കണം. നിങ്ങൾക്ക് അതിന് അവകാശമല്ല. ആയത്തോടാൻ അവകാശമല്ല, ഖുർആൻ കൈകൊണ്ട് തൊടാൻ നിങ്ങൾക്ക് അവകാശമല്ല. നിങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഇസ്ലാമിലേക്ക് വരുന്നത് വരെ ഖുർആൻ തൊടാൻ അവകാശമില്ല. നമ്മളെ കുറിച്ച് പറയാം. എൻ്റെ മുഅ്മിനീങ്ങളെ, പടച്ചോന് പേടിയുള്ളവര്, എന്താണ് ഇതൊക്കെ പറയണത്?
എത്ര വിഷമുണ്ട് ഇതൊക്കെ പറയാനാണ്. നമ്മളെ ഉസ്താദുമാരെ കുറിച്ച് ഇനി മഹാനായ സയ്യിദുൽ-ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പേരെടുത്തിട്ട് പറയണേ, സയ്യിദ് ജിഫ്രി തങ്ങളെക്കാളും കുറച്ച് നല്ലത് അബൂജഹലാണ്. നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ചുഴലിക്കാറ്റാണെന്ന് ആലോചിക്കുക. എന്താണ് ഇതൊക്കെ കേൾക്കുന്നത്? ഒരു സയ്യിദും ഒരു ആലിമുമായ ഒരു മഹാനെ കുറിച്ച് പറയാം, 5 വഖ്ത് നിസ്കരിക്കുന്ന ഒരു മഹാപണ്ഡിതനെ കുറിച്ച് പറയാം, ഒരു ദിവസത്തിൽ എത്രയോ കിതാബുകൾ ഓതിക്കൊടുക്കുന്ന ഒരു വലിയൊരു സയ്യിദിനെ കുറിച്ച് ഉപയോഗിക്കുന്ന പദപ്രയോഗമാണ്. കേൾക്കുന്നുണ്ട്? ആലോചിച്ച് നോക്ക്. അബൂജഹൽ പോലും സമ്മതിച്ച കാര്യം ഇവര് സമ്മതിച്ചു കൊടുക്കില്ല പറഞ്ഞാല് ചിന്തിക്കും മനുഷ്യരെ. അബൂജഹലിനോട് നബി ചോദിച്ച പറയാ, അല്ലയാണ്, ഒരു സംശയം ഞങ്ങൾക്കില്ല. ഇനി നിങ്ങൾ പറയൂ, ഇനി എന്റെ ചോദ്യമാണ്, അബൂജഹലിനാണോ കുറച്ചുകൂടി ബെറ്ററായ ഈമാൻ ഉള്ളത്, ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കാണോ? എന്താ ചോദ്യം? അബൂജഹലിന്റെ ഈമാനാണോ കുറച്ചുകൂടി നല്ലത്, ജിഫിരി തങ്ങളുടെ ഈമാനോ കുറച്ചുകൂടി നല്ലത്? അപ്പൊ ഇവര് ആരെ വെള്ളപൂഷണത്? ഇവർക്ക് ഇപ്പൊ ആരപ്പോ വേണ്ടത്? അബൂജഹലിനെ. നമ്മളൊക്കെ കാഫിർ. പിന്നെ ഇപ്പൊ കൂട്ടത്തിൽ കൂടാൻ പറ്റിയപ്പോ ആരാളുള്ളത്? അബൂജഹൽ. ഒത്തിട്ടുണ്ട്. സാധാരണ ഞങ്ങളുടെ നാട്ടിലൊക്കെ പറഞ്ഞില്ല ചക്കിക്കൊത്ത, ഞാൻ പറയണില്ല, അങ്ങനെ പറയാറുണ്ട് നാട്ടിലൊക്കെ. എത്ര വലിയ പ്രയോഗമാണല്ലോ. അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം കൊണ്ടോ, അബൂജഹലിന്റെ ഈമാനാണോ ബെറ്റർ, സയ്യിദുൽ-ഉലമ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഈമാനാണോ നല്ലത്? പറയട്ടെ. ആർക്കാ പറഞ്ഞില്ലേ? ആർക്കാ? സദസ്സിനോട് ചോദിക്കുക, ആർക്ക്? നിങ്ങൾ പറയും ആർക്കാണ്? സദസ്സിൽ കുറച്ചൊക്കെ അന്തള്ളവരൊക്കെ ഉണ്ടാവില്ല, ഒരു മുണ്ടാതിരിക്കുക. അപ്പൊ ഇയാൾ വീണ്ടും ചോദിക്കുക ആർക്കാണ്, എന്നിട്ട് അയാളുടെ ഉത്തരം പറയാം. അബൂജഹലിന് അല്ലേ? പക്ഷെ അബൂജഹലിന്റെ ഈമാൻ പെർഫെക്റ്റ് ആണോ? കണ്ടോ? അബൂജഹലിന്റെ ഈമാനാണ് ആരേക്കാണ് നല്ലത്? അബൂജഹലിന്റെ ഈമാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെങ്കിലും എന്നാലും ജിഫ്രി തങ്ങളെ അപേക്ഷിക്കുമ്പോൾ ആരാ നല്ലത്? എവിടേക്കെത്തി? ഇനി നിങ്ങൾ കേൾക്കി കഴിഞ്ഞിട്ടില്ല. സഹാബത്തിനെ കുറിച്ച് പോലും അവർ ഉപയോഗിക്കുന്ന പ്രയോഗങ്ങൾ എത്രയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തുള്ള മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുന്ന ശൈലി എത്രയാണ്. എന്നിട്ട് ഇദ്ദേഹം പറയാണ്, മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ, ചൊല്ലി പറയാം, മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞാൽ അവരോട് ഉപമിക്കാൻ ഏറ്റവും നല്ലത് കേരളത്തിലെ കാഫിറുകളോ ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ ഒന്നുമല്ല. കാരണം അവരെ കുറച്ചും നല്ലതാണ്. അബൂജഹലിനെ ഉപമിക്കാൻ ഏറ്റവും നല്ലത് ആരോടാണ്? സമസ്തക്കാരോടാണ്, പാരമ്പര്യ മുസ്ലിമീങ്ങളായ സമസ്തക്കാരോടാണ്. പറയട്ടെ, മക്ക മുശ്രിക്കുകൾ കേരള മുസ്ലിമീങ്ങൾ പോലെ തന്നെയാണെന്നാണ് അദ്ദേഹത്തിന്റെ പ്രയോഗം. എന്താണ് ഇതൊക്കെ ഇവർ പറയുന്നത്? പറയട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിമുഖീകരിച്ച ഖുറൈശി സമൂഹം നമ്മൾ ഈ കാലഘട്ടവുമായിട്ട് ബന്ധിപ്പിച്ചാൽ ആരുടെ കൂട്ടത്തിലാണ് കൂട്ടാൻ പറ്റുക? ഇവിടുത്തെ ഹിന്ദുക്കളൊക്കെ കൂട്ടാൻ പറ്റുമോ ഖുറൈശികളെ? ഇവിടുത്തെ ക്രിസ്ത്യാനികളൊക്കെ കൂട്ടാൻ പറ്റുമോ ഖുറൈശികളെ? ഇല്ല, ഇവിടുത്തെ പാരമ്പര്യ മുസ്ലിമീങ്ങൾ ഒന്നിച്ചേ കൂട്ടാൻ പറ്റുള്ളൂ. മക്കയിലെ മുശ്രിക്കുകളെ ഖുറൈശികൾ ആരെ കൂട്ടത്തിൽ എണ്ണാൻ പറ്റുള്ളൂ? ഇത് പണ്ട് സൽസബിൽ തന്നെ അയാൾ ഞാൻ പറഞ്ഞ ചുയലിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഉമർ മൊലി എഴുതിച്ചു, കേരളത്തിലെ സമസ്തക്കാർ 50 വിഷയങ്ങളിൽ മക്കയിലെ മുശ്രിക്കുകളെ പോലെയാണ്.